ഡോക്ടർ ഉമറും കൂട്ടാളികളും ജോലി ചെയ്തിരുന്ന ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയിൽ പോലീസ് പരിശോധന തുടരുകയാണ്. ഇതുവരെ 70 പേരെ ചോദ്യം ചെയ്തു. അതിനിടെ സംഘവുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് സർവകലാശാല ക്യാമ്പസിനുള്ളിലെ പള്ളി ഇമാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള ഫത്തേപൂർ തക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെയാണ് ഡോക്ടർ മുസമ്മിൽ 2 മാസം മുമ്പ് ഒരു വീട് വാടകയ്ക്കെടുത്ത് ആയുധശേഖരം നടത്തിയത്. ഈ ഗ്രാമം ഒരു കുഗ്രാമമാണ്. വളരെ സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു കാർഷിക ഗ്രാമമാണ്. റോഡുകൾ പോലും നേരെ ചുവേ ഉണ്ടാക്കിയിട്ടില്ല. റോഡുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്ഫോടക വസ്തുക്കളുടെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും അവ ഒരുക്കുന്നതിനും ജെയ്ഷെ മുഹമ്മദിന് വേണ്ട ലോജിസ്റ്റിക് ഏകോപനത്തിനുമായി ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമറും പിടിയിലായ മറ്റ് ഡോക്ടേഴ്സും പ്രൊഫഷണൽ യോഗ്യതകൾ ദുരുപയോഗം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. ഫരീദാബാദ് സംഘവുമായി കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നു. ഇതാണ് ആ വീട്. 2 മാസം മുമ്പാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. ഇതിനകത്ത് കയറുമ്പോൾ കുറെ വൈക്കോലിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ചുറ്റുമൊന്ന് നടന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ആളുകളോട് ചോദിച്ചപ്പോൾ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് സംശയാസ്പദമായിട്ട് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. അവർ രാത്രി ഉറങ്ങും. രാത്രി ഇനി മറ്റാരെങ്കിലും ഒക്കെ വന്നു പോയിട്ടുണ്ടോ എന്ന് ഗ്രാമത്തിലുള്ളവർക്ക് അറിവില്ല എന്നാണ് പറഞ്ഞത്. സ്ഫോടനത്തിന് ഡോക്ടർ ഉമർ നബി ഉപയോഗിച്ച I-20 കാർ തിങ്കളാഴ്ച പുലർച്ചെ വരെ ക്യാമ്പസിനുള്ളിൽ പാർക്ക് ചെയ്തു. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധമില്ലെന്ന് അൽ ഫലാഖ് സർവകലാശാലയും വിശദീകരിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ശൃംഖലയെ പിന്തുണയ്ക്കുന്നതിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ നിർണായക പങ്ക് വഹിച്ചിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവരെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ വ്യക്തമാകും. ഫരീദാബാദിൽ നിന്നും മോഹൻകുമാറിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.